പത്തനംതിട്ട കോന്നിയിൽ കാട്ടാന ഷോക്കേറ്റ് ചെരിഞ്ഞ സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്തയാളെ KU ജനീഷ് കുമാർ MLA ബലമായി മോചിപ്പിച്ചെന്ന ആക്ഷേപം. പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്ത മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഡ്രൈവറെ മോചിപ്പിച്ചു എന്നാണ് പരാതി. അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളിലേക്കും വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണങ്ങളിലേക്കും. നിയമമാണെന്ന് ഞാൻ ചോദിച്ചുള്ളൂ. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നടപടിക്രമങ്ങളുണ്ട്. അറസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത പേപ്പർ കാണിക്കുക, അറസ്റ്റ് ചെയ്ത പേപ്പർ കാണിക്കുക. രേഖപ്പെടുത്തിയില്ലേ? പിന്നെ സന്ദേശം കാണിക്കുന്നത് പിന്നല്ല കൈ കോപം പിടിച്ച് വെക്കാനോ? എടുക്കേ, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. എടുക്കേ, അയാളൊക്കെ ഇതെന്താ തോന്നിയാ സാർ? മനുഷ്യരെ ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും പരിധികളുണ്ട്, മനസ്സിലായല്ലോ? പരിധികളുണ്ട്. അവിടെ മനുഷ്യൻ ചാകാൻ തുടങ്ങുക. ആന കയറി താന്തേലാഴി കാണിക്കാൻ തുടങ്ങിയേക്കുന്നു. പോലീസാണെന്ന് പറഞ്ഞ് കത്തിക്കും. രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും, മനസ്സിലായോ? നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? എടാ, അവിടെ ജനങ്ങൾ പ്രതിഷേധിച്ച് നിൽക്കുക. ആന വന്നിറങ്ങുന്നത്. എന്നിട്ട് പാവങ്ങളെ എല്ലാം പിടിച്ചോണ്ടെങ്കിൽ പോരുക. എന്നിട്ട് നിങ്ങൾക്ക് യഥാർത്ഥം പ്രതിയാക്കുക. എന്ത് ആനന്ദിയെ നിങ്ങൾ കസ്റ്റഡി താണെന്തിയെ? വാ, നിനക്കെന്താ ഇതിനകത്ത് റോള്? നിനക്കെന്താ റോള്? എന്തിനാ നിന്നെ വിളിച്ചോണ്ട് വന്നേ? ആനന്റെ ആന ചത്തു. നീ എന്ത് ചെയ്തു? ഏതാ? അല്ല, എനിക്കങ്ങനെ തീർക്കൊന്നും വേണ്ട. എനിക്കൊരു AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ജയശങ്കർ, ഈ MLA ക്ഷുഭിതനാകുന്നുണ്ട്. വനം വകുപ്പിന്റെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ, പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്തയാളെ ആൾക്കെതിരെ എന്താണ് FIR ഇട്ടിട്ടില്ല, കേസെടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തിരികെ വിളിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് ക്ഷുഭിതനായി തട്ടിക്കയറുന്നുണ്ട്. എന്താണ് ജയശങ്കർ ആ വനംവകുപ്പ് ഓഫീസിൽ നടന്നത്? എന്താണ് അതിന് ഇടയാക്കിയ സാഹചര്യങ്ങൾ? വിജയകുമാർ, കഴിഞ്ഞ ദിവസമാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സംഭവം നടന്നത്. ഈ കോന്നിയിൽ 2 ദിവസം മുമ്പ് കാട്ടാന ചെരിഞ്ഞിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട ഈ സ്ഥലം പാട്ടത്തിനെടുത്ത ആളുടെ സഹായിയാണ് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഹിറ്റാച്ചി ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കുന്നു. ആ ഘട്ടത്തിൽ ഇദ്ദേഹത്തെ പുറത്തിറക്കുന്നതിന് വേണ്ടിയിട്ടാണ് MLA സ്ഥലത്തേക്ക് എത്തുന്നത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന സംഭാഷണങ്ങൾ ആ വനംവകുപ്പ് ഓഫീസിൽ നടക്കുന്നത്. ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കുമെന്നും രണ്ടാമതും നക്സലുകൾ വരുമെന്നും MLA ഫോറസ്റ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് പറയുന്നു. കള്ളക്കേസ് എടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥർ ഇയാളെ പെടുത്താൻ ശ്രമിക്കുകയാണ്. നടപടിക്രമങ്ങൾ പാലിച്ചില്ല, ഇയാൾക്കെതിരെ FIR ഇട്ടില്ല എന്നുള്ള ഗുരുതര ആക്ഷേപങ്ങളും MLA ഉന്നയിക്കുന്നുണ്ട്. കാട്ടാന ഇറങ്ങിക്കൊണ്ട് ജനങ്ങൾ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടത്തിലാണ് ആളുകളെ കള്ളക്കേസിൽ കുടുക്കാൻ വനംവകുപ്പ് ശ്രമിക്കുന്നതെന്നാണ് ഭരണപക്ഷത്തിൻ്റെ MLA ആയ കോന്നി MLA KU ജനീഷ് കുമാർ വനംവകുപ്പിനെതിരെ, സ്വന്തം പാർട്ടിയുടെ മന്ത്രി ഭരിക്കുന്ന വകുപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ആ സ്റ്റേഷനിൽ വെച്ച് ഉന്നയിക്കുന്നത്. കോന്നി DYSP ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ MLA ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ പാഠം പഠിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ദൃശ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വലിയ അതൃപ്തിയുണ്ട്. കാരണം തങ്ങൾ ചോദ്യം ചെയ്യാൻ, മൊഴിയെടുക്കാൻ കസ്റ്റഡിയിൽ എടുത്ത ആളെ ബലമായി MLA പിടിച്ച് കൊണ്ടുപോയി മോചിപ്പിച്ച് കൊണ്ടുപോയി എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ആക്ഷേപം. ഇവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് DFOക്ക് ഉൾപ്പെടെ RFO പരാതി നൽകിയിട്ടുണ്ട്, ആക്ഷേപം അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ജയശങ്കർ, ഈ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത ആ JCB ഡ്രൈവർക്ക് എന്ത് പങ്കുണ്ട് ഈ സംഭവത്തിലെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്? അയാൾക്കെതിരെ എന്തെങ്കിലും തെളിവോ പരാതിയോ മൊഴിയോ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണോ അയാളെ വിളിച്ചുകൊണ്ട് വന്നത്? അയാൾക്ക് എന്തെങ്കിലും നേരിട്ട് പങ്കുണ്ടോ ഈ ആന ചരിഞ്ഞ സംഭവത്തിൽ? അതായത് ഈ ആന ചെരിഞ്ഞ സംഭവത്തിന് പിന്നിലേക്ക് നമ്മൾ പോകുമ്പോൾ ഉദ്യോഗസ്ഥതല വീഴ്ച ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് വനം മന്ത്രി ഈ സംഭവത്തിൽ വനം വിജിലൻസിൻ്റെ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഒപ്പം തന്നെ വനം വകുപ്പിൻ്റെ മറ്റൊരു DFO തല അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഹിറ്റാച്ചി ഡ്രൈവറെ മൊഴി രേഖപ്പെടുത്താൻ എന്ന പേരിൽ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകുന്നത്. ആ ഘട്ടത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില ആളുകൾ അറിയിച്ചതിന് പിന്നാലെയാണ് MLA അങ്ങോട്ട് എത്തുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് മൊഴിയെടുക്കാൻ വേണ്ടി മാത്രമാണ് കൊണ്ടുവന്നതെന്നാണ്. പക്ഷേ ഈ ഹിറ്റാച്ചി ഡ്രൈവറുമായി
ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അതിനപ്പുറത്തേക്ക് കേസിൽ പ്രതി ചേർക്കുമെന്നുള്ള തരത്തിലുള്ള വിവരങ്ങളൊക്കെ ലഭിച്ചതിന് അടിസ്ഥാനത്തിലാണ് രക്ഷിക്കാൻ MLA വിവരങ്ങൾ അറിയിച്ചത്. അങ്ങനെയാണ് MLA എത്തുന്നതാണ്. എന്തായാലും വനം വകുപ്പ് ഔദ്യോഗികമായി പറയുന്നത് ഇയാൾ കേസിലെ പ്രതിയല്ല, ഇയാളെ കസ്റ്റഡിയിലെടുത്തത് മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്, കാര്യങ്ങൾ അറിയാനാണ്, ചോദിക്കാനാണ്, മനസ്സിലാക്കാനാണെന്നാണ്. പക്ഷേ അവിടെ MLA എത്തി പ്രശ്നമുണ്ടാക്കിയെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ MLA മറിച്ചൊരു വേർഷനാണ് പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരിട്ടൊരു പ്രതികരണത്തിന് KU ജനീഷ് കുമാർ തയ്യാറായില്ലെങ്കിലും അദ്ദേഹം പറയുന്നത് കോന്നി DYSPയുടെ സാന്നിധ്യത്തിൽ കള്ളക്കേസിൽ ഈ ഇദ്ദേഹത്തെ പെടുത്താൻ ശ്രമിച്ച ഘട്ടത്തിൽ തനിക്ക് ഇടപെടേണ്ടി വന്നു. താൻ പരുഷമായി രൂക്ഷമായ രീതിയിൽ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു. അതൊരു MLA എന്ന നിലയിൽ ജനങ്ങളോടുള്ള ബാധ്യത തീർത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഉദ്യോഗസ്ഥർ ഇതിനെ മറ്റൊരു തലത്തിലാണ് കാണുന്നത്. അവർ തങ്ങളുടെ അധികാര പരിധിയിൽ കയറിക്കൊണ്ട് ബലമായി ഇത്തരത്തിൽ തങ്ങൾ കസ്റ്റഡിയിലെടുത്ത ഒരാളെ DYSPയുടെ ഉൾപ്പെടെ സാന്നിധ്യത്തിൽ ഒരു ജനപ്രതിനിധി, ഒരു MLA കൊണ്ടുപോയെന്ന ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. തങ്ങളെ ഭീഷണി, വലിയ നക്സൽ സംഭവങ്ങൾ ആവർത്തിക്കുന്ന ഉൾപ്പെടെ വലിയ ഭീഷണി MLAയുടെ ഭാഗത്തുണ്ടായെന്നുള്ള ആക്ഷേപങ്ങൾ ഉൾപ്പെടെ ഇവർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ MLA ഇതിനെ ഒരു രക്ഷാപ്രവർത്തനമായി മാത്രമാണ് കാണുന്നത്. ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജനപ്രതിനിധിയിൽ ഉള്ള സ്വാഭാവിക പ്രതികരണം എന്ന രീതിയിൽ മാത്രമാണ് MLA ഇതിനെടുക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറേ മാസങ്ങളായി കോന്നിയിൽ MLA വനം വകുപ്പ് പോരുണ്ട്. ഇതിനു മുമ്പ് ആനക്കൂട് അപകടവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കെതിരെ MLA വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. പിന്നാലെ വനം വകുപ്പിലെ ഇതിൻ്റെ പേരിൽ അച്ചടക്ക നടപടി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായി. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനായ ഉദ്യോഗസ്ഥരെ വനം വകുപ്പ് തിരികെ സർവീസിലേക്ക് എടുത്തത്. അന്ന് വനം വകുപ്പ് പറഞ്ഞൊരു ന്യായം വന്യമൃഗശല്യമൊക്കെ കൂടുമ്പോൾ പണിയെടുക്കാൻ ഉദ്യോഗസ്ഥരില്ലാതുകൊണ്ട് തിരിച്ചെടുക്കുന്നു എന്നാണ്. എന്തായാലും ആ പോരിൻ്റെ തുടർച്ചയാണോ എന്നത് ഇനി കണ്ടറിയേണ്ടതുണ്ട്. MLAയുടെ പരസ്യ പ്രതികരണം ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇനി ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഉദ്യോഗസ്ഥർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കടുത്ത അതൃപ്തിയിലാണ്. MLA തങ്ങളുടെ അധികാര പരിധിയിൽ കടന്നു കയറി ഇടപെടുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ MLA പറയുന്നത് ജനപ്രതിനിധി രീതിയിൽ ഇടപെടൽ തന്നെയാണ് നടത്തിയിട്ടുള്ളത് എന്നാണ് MLAയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിശദീകരണം. ഇത് അദ്ദേഹം നേരിട്ടൊരു പ്രതികരണത്തിന് തയ്യാറായില്ലെങ്കിലും നമ്മൾ നിരന്തരം അദ്ദേഹവുമായി ബന്ധപ്പെടുമ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ബന്ധപ്പെടുമ്പോഴും അത്തരമൊരു പ്രതികരണമാണ്. കഴിഞ്ഞ ദിവസമാണ് ഇറ്റാച്ചി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ ആണ് ഈ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. MLA അവിടെ എത്തി പ്രശ്നം ഉണ്ടാക്കുകയും ഇദ്ദേഹത്തെ മോചിപ്പിച്ച് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പത്തനംതിട്ട കോന്നിയിലാണ് കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ കേസിൽ കസ്റ്റഡിയിലെടുത്തയാളെ KU ജനീഷ് കുമാർ MLA ബലമായി മോചിപ്പിച്ചു എന്ന പരാതിയുള്ളത്. പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് ഈ നാടകീയ സംഭവങ്ങൾ ഉണ്ടായത്.